ഡൽഹി ഹൈക്കോടതി ജഡ്ജ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ അനധികൃതമായി 15 കോടി രൂപ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു തീപിടുത്തം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ പെട്ടെന്ന് അവിടെ ഫയർഫോഴ്സിനെ അറിയിച്ചു. പോലീസും ഫയർഫോഴ്സും ഓടിയെത്തി തീ അണച്ചു. അടുക്കളയുണ്ടായ ഒരു തീപിടുത്തമായിരുന്നു അത്. തീ അണച്ചതിൻ്റെ ഒപ്പം അവർ മറ്റു മുറികളിൽ തീ പടരാതിരിക്കാൻ പരിശോധിച്ചപ്പോൾ ഒരു മുറി നിറയെ നോട്ടുകെട്ടുകൾ കെട്ടി അടുക്കി വച്ചിരിക്കുന്നത് കണ്ടു. ആ വിവരം ഫയർഫോഴ്സിൽ അവർ പുറത്തുവിട്ടു. പക്ഷേ ഇപ്പോൾ അവർ അത് നിഷേധിച്ചു. എന്തായാലും ഈ ഒരു സംഭവത്തെപ്പറ്റി ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജ് ഒരു ആഭ്യന്തര അന്വേഷണം നടത്താൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. സുപ്രീം കോടതി കൊളീജിയം പെട്ടെന്ന് ഇക്കാര്യത്തിൽ കൂടി. അതിനുശേഷം അനധികൃതമായ ഈ സ്വത്ത് 15 കോടിയെപ്പറ്റി അന്വേഷിക്കാനായിട്ട് ഡൽഹി ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ജഡ്ജായിരുന്നു യശ്വന്ത് വർമ്മ. അദ്ദേഹം അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് ട്രാൻസ്ഫറായി ഡൽഹി ഹൈക്കോടതി വന്നതാണ്. അവിടുത്തെ സെക്കൻഡ് സീനിയർ മോസ്റ്റ് ജഡ്ജാണ് യശ്വന്ത് വർമ്മ. നോട്ടുകെട്ടുകൾ ഇങ്ങനെ ഒരു മുറിയിൽ അട്ടി ഇട്ടിരിക്കുന്നത് കണ്ടിട്ട് ഫയർഫോഴ്സുകാർ അത് വെളിയിൽ പറഞ്ഞു. പക്ഷേ ഇപ്പം ഫയർഫോഴ്സ് ഡെപ്യൂട്ടി ഡയറക്ടർ അത് പിൻവലിച്ചു. തങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു ആഭ്യന്തര അന്വേഷണം അവിടെ നടത്തി. നോട്ടുകെട്ടുകൾ 15 കോടി ഉണ്ടെന്ന് കണ്ടെത്തി. ഇത് അനധികൃതമായ ഒരു സ്വത്ത് തന്നെയാണെന്നും വെളിപ്പെട്ട് വരുന്നു. ഇതിനെ സംബന്ധിക്കുന്ന സുപ്രീം കോടതി ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. ഏതായാലും ഡൽഹി ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിൻ്റെ അടുത്ത് തന്നെ അന്വേഷണം നടത്താൻ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ട് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നു എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ജഡ്ജിക്കെതിരായ ആഭ്യന്തര അന്വേഷണം നടത്താൻ അവിടുത്തെ ഹൈക്കോടതിയുടെ ചുമതലപ്പെടുത്തിയെങ്കിലും സുപ്രീം കോടതി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മാതൃസ്ഥലമായ അല്ലെങ്കിൽ മാതൃ കോടതിയായ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് തന്നെ മാറ്റാൻ തീരുമാനമെടുത്തു എന്ന് ഒരു വാർത്ത വന്നു. പക്ഷേ ഹൈക്കോടതി അവിടുത്തെ സീനിയർ അഡ്വക്കേറ്റ്സുകൾ മുഴുവൻ ഇതിനെ എതിർപ്പ് പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിനെ അലഹബാദ് ഹൈക്കോടതിയോട്ട് തന്നെ മടക്കി അയക്കുന്നത് ശരിയല്ല. അദ്ദേഹത്തിനെതിരായിട്ട് നടപടി തന്നെയല്ലേ വേണ്ടത്. അതായത് ഒരു ജഡ്ജിയെ റിമൂവ് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുപോലെ ഭരണഘടനയിലെ 218 കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 218 പ്രകാരവും നടപടി എടുക്കാം. കൂടാതെ ചീഫ് ജസ്റ്റിസോ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ നടപടി എടുത്തില്ലെങ്കിൽ ഈ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് പാർലമെൻറ്റിലാണ് ആ അധികാരം കിടക്കുന്നത്. ഇദ്ദേഹത്തിനെ റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ അവിടെ വിളിച്ചു വരുത്താം. അവിടെ ഇംപീച്ച് പ്രൊസീജിയർ നടക്കാം. അതല്ലാതെ തന്നെ ഇദ്ദേഹത്തിനെ ഇന്ത്യൻ പ്രസിഡന്റിനെ മുഖേന ആ പോസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡന്റിനുണ്ട്. ഏതായാലും കുടുംബാംഗങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടാണ് തീ അണച്ചതെങ്കിലും അത് കണ്ടെത്തിയത് ഫയർഫോഴ്സ് അല്ല എന്ന് വാർത്ത വരുന്നുണ്ട്. അതിൻ്റെ കാരണം അതിന് അധികാരം ഫയർഫോഴ്സിനില്ല. അത് കണ്ടു എന്ന് മൊഴി പറയാം. പക്ഷേ അതിനകത്ത് എന്തെങ്കിലും നടപടി എടുക്കണമെങ്കിൽ അവിടുത്തെ ലോക്കൽ പോലീസിന് മാത്രമേ അധികാരമുള്ളൂ. അതുകൊണ്ട് അവരുടെ പ്രസ്താവന പിൻവലിച്ചതായിട്ടാണ് കാണുന്നത്. ആർട്ടിക്കിൾ 218 പ്രകാരം നടപടിയിലേക്ക് പോകാം. അത് റിമൂവ് ചെയ്യാൻ ഇന്ത്യൻ പ്രസിഡന്റ് മാത്രമേ അധികാരമുള്ളെന്ന് ഞാൻ പറഞ്ഞു. നേരത്തെ നമുക്ക് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്തിട്ടുണ്ട്. വീരസ്വാമി രാമസ്വാമി എന്ന അദ്ദേഹത്തിനെതിരായിട്ട് റിമൂവൽ പ്രൊസീജിയർ അത് നടപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രീവിയസ് ഇൻസിഡൻ്റ് ഉണ്ട്. അതുകൊണ്ട് ജഡ്ജസ് ഈ രീതിയിലുള്ള അനധികൃതമായ ഒരു സ്വത്ത് സമ്പാദനമോ ആരോപണമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ റിമൂവ് ചെയ്യാൻ ഇന്ത്യൻ പ്രസിഡന്റ് അധികാരമുണ്ട്. താനും അപ്പോയിൻമെൻറ്റ് ഇന്ത്യൻ പ്രസിഡന്റാണ് നടത്തുന്നത്. അദ്ദേഹത്തിന് തന്നെ അത് റിമൂവലിന് അധികാരവുമുണ്ട്. അതോടൊപ്പം തന്നെ ആ നടപടികൾ കൃത്യമായിട്ട് മുന്നോട്ട് പോയില്ലെന്ന് കണ്ടാൽ MP-മാർക്ക് ഇദ്ദേഹത്തിനെതിരായിട്ട് ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയർ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാം. അതനുസരിച്ച് നടപടി മുന്നോട്ട് കൊണ്ടുപോകാം. ഏതായാലും ഒരു ജഡ്ജിന് ഈ 15 കോടി രൂപ എങ്ങനെ കിട്ടിയെന്ന് അദ്ദേഹം തന്നെ പറയേണ്ടി വരും. അത് നിയമപരമായിട്ട് ലഭിച്ചതാണോ അനധികൃതമായിട്ട് അദ്ദേഹത്തിന് വന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ
അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുമ്പോൾ വെളിവാകുന്നുണ്ട്. പക്ഷേ ഇത് അക്കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകില്ല. അദ്ദേഹത്തിന് ഏത് രീതിയിലാണ് ഈ പണം വന്നു ചേർന്നതെന്ന് പറയേണ്ടി വരും. അതിലേക്ക് ഏതായാലും കാര്യങ്ങൾ ഉടൻ തന്നെ കിടക്കുമെന്ന് തോന്നുന്നു. 2-3 ദിവസത്തിനകം ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി വെളിയിലേക്ക് വരും. ഇന്ത്യയിലെ ഏറ്റവും അത്യുന്നതമായ ഒരു കോടതിയിലെ ഒരു ജഡ്ജസിൻ്റെ വീട്ടിലാണ് അനധികൃതമായ സ്വത്ത് കണ്ടതെന്ന് നമ്മൾ ഓർക്കണം. അത് ഒരിക്കലും അത് അംഗീകരിക്കാനോ അതിനോട് സമരസം അല്ലെങ്കിൽ അതിനോട് ഒരു ന്യായീകരണം കൊണ്ട് അത് മൂടിവെക്കാനോ ആർക്കും കഴിയില്ല. ഏറ്റവും അത്യുന്നത കോടതിയിലെ ഒരാളുടെ പേരിലാണ് ഈ ആരോപണം വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്തായാലും അദ്ദേഹം ലീവ് എടുത്തു കഴിഞ്ഞു. അദ്ദേഹത്തിന് ഇനി അവിടെ നിന്ന് മാറ്റാനുള്ള നടപടി തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു.